നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വ്യവസ്ഥകളെല്ലാം പാലിച്ച് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലെ അനിഷ്ടങ്ങളെല്ലാം ഒഴിവാക്കി പുതിയ ഭരണ സംവിധാനം അവലംബിച്ച് കൃത്യതയോടുകൂടി നിർവഹിക്കുന്ന പക്ഷം ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും എന്ന് മാത്രമല്ല, മേലധികാരികളിൽ നിന്നും പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോരുന്നവരിൽ നിന്നും വേണ്ടപ്പെട്ട വിധത്തിലുള്ള അനുമോദനങ്ങളും പ്രവർത്തന സന്നദ്ധതയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങളും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും പ്രത്യേകിച്ച് ചില വഴിപാടുകളൊക്കെ ഏൽപ്പിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. സുഹൃത്തുക്കൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നു. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് മേടമാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കും. മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും യോഗം കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് ഈ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള വ്യാപാരം തുടങ്ങുവാനോ നിലവിലുള്ള വ്യാപാരത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള സ്ഥാപനം തുടങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനോ യോഗം കാണുന്നുണ്ട്. ചർച്ചകളിൽ പൂർണ്ണത കൈവരും. ഗുരുകാരണവന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനും പരിണത ഫലം ഈ ജൂലൈ മാസം മുതൽ കണ്ടു തുടങ്ങുവാനും യോഗമുണ്ട്. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളും ദിനചര്യാക്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഏതു വിധത്തിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കണം. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അബദ്ധമായി തീരും. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറണം. കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് സ്വല്പം നാശനഷ്ടങ്ങൾ പ്രകൃതി ക്ഷോഭങ്ങളെ കൊണ്ട് വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. ഉദര ഉഷ്ണരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുള്ളതിനാൽ ജലാംശമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും എന്ന വൈദ്യനിർദ്ദേശത്താൽ ആയതിനുവേണ്ടി പരിശ്രമിക്കുവാനും അത്തം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഇനി SMS വന്നിട്ടുള്ളതിൽ പ്രശാന്ത് എന്ന് പറയുന്ന അദ്ദേഹം എന്തൊക്കെയാണ് വിവരങ്ങൾ അറിയുവാനായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. 1980 മാർച്ച് 31 2:55 പകൽ കോതമംഗലത്ത് ജനിച്ച ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ നോ എബൌട്ട് ദ ന്യൂ ഹൗസ് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിനെ പറ്റിയിട്ട് ഇതിന് മുൻപ് തന്നെ SMS വന്ന സ്ഥിതിക്ക് ഒരു രാശിയൊക്കെ നോക്കി അതിൽ ഗൃഹത്തിനെ പറ്റിയിട്ട് ഗൃഹത്തിന് ഭൂമി തിരക്കടൊന്നുമില്ല, ഭൂമി അനുകൂലമായിട്ടുള്ള ഭൂമിയാണ്. എന്നാൽ ഗൃഹത്തിന് ചെറിയ തോതിൽ ചില വാസ്തുശാസ്ത്ര പിഴയൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം അതിനുവേണ്ട അളവുകൾക്ക് മാറ്റങ്ങൾ വരുത്തുകയായിരിക്കും നന്നാവുക. അതിൽ സ്വതന്ത്രമായിട്ടുള്ള വീടാണോ ഫ്ലാറ്റാണോ എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫ്ലാറ്റ് രൂപത്തിലാണെങ്കിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കുകയില്ല. എടുക്കുന്നതിന് മുൻപ് ഫ്ലാറ്റിൻ്റേതായിട്ടുള്ള
രൂപരേഖകളോ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് അടക്കം വിളവുകളടക്കം ദിശ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാൻ ലഭിക്കുകയാണെങ്കിൽ അത് ഈ യൂട്യൂബിൽ ഇടുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വിശകലനം ചെയ്ത് അത് യോജിക്കുമോ നമുക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ വിവരം അറിയിക്കാം. സ്വതന്ത്രമായിട്ടുള്ള വീടാണെങ്കിൽ വാസ്തുശാസ്ത്ര പ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ 6.5 വയസ്സാവുന്നത് വരെ സ്വല്പം ബാലാരിഷ്ടതകൾ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. 13.5 വയസ്സ് വരെയുള്ള ചൊവ്വാദശാകാലവും കഴിഞ്ഞു. 31.5 വയസ്സ് വരെയുള്ള രാഹുദശയിലും വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. പൊതുവെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവും നല്ല കഴിവും പ്രാപ്തിയും സന്നദ്ധതയും ധാരാളം ജോലി ചെയ്യാനുള്ള സന്നദ്ധതയുമൊക്കെ ഉണ്ട്. പൊതുവെ ഇന്നത്തെ നിലയിൽ ഇന്നത്തെ പുതിയ തലമുറക്കാർക്ക് പലപ്പോഴും കണ്ടുവരാവുന്ന ഒരു ചില പ്രവണതയാണ് ജോലി ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ ജോലി ചെയ്യാനുള്ളൊരു സന്നദ്ധതയൊക്കെ വളരെ കുറയും. ജോലി കിട്ടുവോളുമാണ് ടെൻഷനുള്ളത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവധിയെടുക്കുവാനുള്ളൊരു പ്രവണത, അങ്ങനെയാണ് മൊത്തത്തിൽ. പൊതുവെ ഈ ജാതകത്തിൽ അങ്ങനെയല്ല. ധാരാളം ജോലി ചെയ്യുവാനുള്ള സന്നദ്ധതയും അത് ഏതൊരു കാര്യവും ഏറ്റെടുത്താൽ വളരെ നിഷ്കർഷയോടുകൂടി ലക്ഷ്യത്തിലെത്തിക്കുവാനുള്ളൊരു ത്വര അല്ലെങ്കിൽ പ്രവണതയും ഉള്ളൊരു പ്രകൃതിയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള യോഗവും കഴിവും പ്രാപ്തിയും സർവേശ്വരൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴവും കർമാധിപതിയായിട്ടുള്ള ചൊവ്വയും കൂടി ഭാഗ്യകർമാധിപന്മാർ ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കർമ്മഭാഗ്യാധിപന്മാർ ഒരുമിച്ച് നിന്നാൽ ധാരാളം ജോലി ചെയ്യുകയും അതിൽ കർമ്മനിരതനായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ല റാങ്ക് ഉണ്ടാവും, പക്ഷേ നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറയും. എന്നാൽ മറ്റു ചിലരങ്ങനെയല്ല, അത്ര വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവുകയില്ലെങ്കിലും പ്രവർത്തനക്ഷമത കൊണ്ട് ലക്ഷ്യത്തിലെത്തുന്ന പല വ്യക്തികളെയും നമുക്ക് ഉദാഹരണ സഹിതം കാണാം. ഇതിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് കഴിവും പ്രാപ്തിയും അറിവും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ 31 വയസ്സ് വരെയുള്ള കാലം നല്ല സമയമായിരുന്നില്ല. 31 വയസ്സിന് ശേഷം 47 വയസ്സ് വരെയുള്ള വ്യാഴദശ വളരെ നല്ല കാലമാണ്. 47 വയസ്സ് മുതൽ 66 വയസ്സ് വരെ ശനിദശയും 83 വയസ്സ് വരെ വസിക്കുവാനും ബുധദശയും അനുഭവിക്കാനും യോഗമുണ്ട്. ഇതിൽ 31 വയസ്സ് മുതൽ 47 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ വളരെ നല്ല നിലയിൽ എത്തിച്ചേർന്ന് അച്ഛനമ്മമാരെ ആയുഷ്കാലം കഴിവോളം എന്താർജിക്കുന്നു അതിനേക്കാൾ കൂടുതൽ ആർജിക്കുവാനും അവരേത് നിലയിലെത്തുന്ന ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്ത് ശമ്പളം സമ്പാദിക്കുന്നു അത് ഈ 31 വയസ്സ് മുതൽ തന്നെ ലഭിക്കുവാനും സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കുകയും ഒന്നിലധികം ഗൃഹം വാങ്ങി താമസിക്കുവാനുള്ള യോഗത്തെ കൂടി കാണുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് രൂപത്തിലുള്ള ഒരു ഗൃഹമാണെങ്കിൽ പോലും സംതൃപ്തി ഇല്ല എന്നുവരികിലും തൃപ്തികരമായിട്ടുള്ള ഒരു വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിച്ചു താമസിക്കുവാൻ കൂടി ഈ 31 വയസ്സ് മുതൽ 47 വയസ്സിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്നുകൂടി പറയുന്നു. നമസ്കാരം.